എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ബീൻസ് പൊട്ടറ്റോ സ്റ്റിർ ഫ്രൈ ആണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ 3/4 ടീസ്പൂൺ കടുകാണ് ചേർക്കുന്നത്. കടുക് നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ 3/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ് ചേർത്തത്. വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കാം. വെളുത്തുള്ളി ഒരുപാട് സമയത്ത് വഴറ്റിയൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങാണ് ചേർത്തിട്ടുള്ളത്. മീഡിയം വലുപ്പത്തിലുള്ള 2 ഉരുളക്കിഴങ്ങ് ഒരു 3 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ചേർത്ത് ഏകദേശം 3 മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ ബീൻസ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. 200 ഗ്രാം ബീൻസാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ബീൻസും ഉരുളക്കിഴങ്ങും എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ വീതം കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയുമാണ് ഇപ്പോൾ ചേർത്തത്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. തീ ഏറ്റവും കുറച്ചാണ് വെച്ചിരിക്കുന്നത്. നല്ലതുപോലെ പൊടികളെല്ലാം ഈ വെജിറ്റബിളിൻ്റെ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ പാകത്തിന് വെജിറ്റബിളൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചേരുവ കൂടി നമുക്ക് ചേർക്കാനുണ്ട്. അപ്പോൾ വെജിറ്റബിൾ എല്ലാം ഒന്ന് വെന്ത് വന്ന് കഴിഞ്ഞ ശേഷമാണ് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നത്. ഇങ്ങനെ അവസാനം ഒരു അല്പം ഗരം മസാല ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണിതിന്. നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീൻസ് പൊട്ടറ്റോ സ്റ്റിർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ തയ്യാറാക്കുന്ന മെഴുക്കുവരട്ടിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഇത് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്